ഹോളിവുഡിൽ കിട്ടാനുള്ള കാരണം പടം കണ്ട് എല്ലാവർക്കും ഇഷ്ടമുണ്ട്. എന്നെ തൃശ്ശൂർ രവികൃഷ്ണയിലാണ് പടം കളിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മാനേജർ ജെയിംസ് ഏട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞു, ആ ഞാൻ ഇതിൻ്റെ റിലീസ് ഈ പടം എടുക്കുന്ന സമയത്ത് 4 ദിവസം കളിപ്പിക്കാനായി 4 ദിവസം കൊണ്ട് മാറിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പടം എടുക്കുന്നത്. കാരണം ഇതിഹാസ എന്നുള്ള പേരും അതിൻ്റെ പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഇത് ആൾക്കാർ ചോദിച്ചു തെലുങ്ക് എന്തെങ്കിലും റീമേക്കാണോ, തെലുങ്ക് ഡബ്ബിംഗ് ആണോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ പുള്ളി ടിക്കറ്റ് എല്ലാവർക്കും ഫസ്റ്റ് ദിവസം കൊടുത്ത് വാതിലിൻ്റെ അവിടെ നിന്ന് പടം കണ്ടു തുടങ്ങി. പടം തീർന്നിട്ടാണ് വാതിലിൻ്റെ അവിടെ നിന്ന് പോയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി വിളിച്ച എല്ലാ തിയേറ്റേഴ്സിനെയും അറിയിച്ചു, ഈ പടം ഇവിടെ നന്നായി ഓടും, ആൾ കയറും എന്ന്. പിറ്റേ ദിവസം തന്നെ പുള്ളിയുടെ ഫാമിലീനെ കൊണ്ടുവന്ന്, എല്ലാവരും ഫാമിലീനെയാണ് ആദ്യം ചെക്ക് ചെയ്യാൻ കൊണ്ടുവരുന്നത്. വീടുകളിലിരിക്കുന്ന കുട്ടികളെയും ഭാര്യമാരെയാണ്. ഇപ്പോൾ രാജേഷ് ആണെങ്കിലും വീട്ടിൽ പോയി പടം കാണിച്ചപ്പോൾ രാജേഷിൻ്റെ പെങ്ങളുടെ കുട്ടികളൊക്കെ ചിരിക്കുകയാണ് ചില സമയങ്ങളിലൊക്കെ. അപ്പോഴാണ് രാജേഷ് മനസ്സിലാക്കണേ ഇതെന്തോ ആളുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ജെയിംസ് ഏട്ടൻ ഭാര്യേനെയും മക്കളെയും കൊണ്ടുവന്ന് കാണിച്ച് അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ തിയേറ്റേഴ്സ് ഇപ്പോൾ ഇതാ സെക്കൻഡ് വീക്കിലേക്ക് കടക്കുമ്പോൾ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടി. അവിടെ തന്നെ രവികൃഷ്ണയിൽ തന്നെ ഷോ കൂട്ടി, പത്മയിൽ ഷോ കൂട്ടി. അങ്ങനെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഇതിൽ ഞാൻ ആൽവി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആൽവി ഒരു പോക്കറ്റ് അടിക്കാരനാണ്, ആൽവി വിക്കു. ഇവരുടെ 2 കഥേനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി തുടങ്ങുന്നത്. 2 മാന്ത്രിക മോതിരങ്ങൾ, 1000 വർഷം പഴക്കമുള്ള 2 മാന്ത്രിക മോതിരങ്ങൾ. ആ മാന്ത്രിക മോതിരം ധരിച്ചു കഴിഞ്ഞാൽ 2 വ്യക്തികൾ ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികളുടെ ബോഡികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. ഈ മോതിരം ഈ പോക്കറ്റ് അടിക്കാരുടെ കയ്യിൽ കിട്ടുകയാണ്. ഇവരിത് വിൽക്കാൻ ശ്രമിക്കുകയും പക്ഷേ അതിന് വില കിട്ടാതിരിക്കുകയും അതിലൊരു മോതിരം നഷ്ടപ്പെടുകയും അങ്ങനെ ആ മോതിരം ജാനകി എന്ന് പറയുന്ന അതിന് ചെയ്യുന്ന ക്യാരക്ടറിന് കിട്ടുകയും അവരുടെ ബോഡി തമ്മിൽ ചേഞ്ച് ആവുന്നു. ഇതാണ് ഇതിൻ്റെ കഥയുടെ തുടക്കം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയൊരു ക്യാരക്ടറാണ്. എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹമുള്ളതാണ് പോക്കറ്റ് അടിക്കുക അല്ലെങ്കിൽ കക്കുക. പക്ഷെ നമ്മളെ സ്വഭാവം അതിന് സമ്മതിക്കില്ല. നമ്മൾ കുറേ കൺട്രോളിലാണല്ലോ ജീവിക്കുന്നത്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ അപ്പോൾ ഈ ഫിലിമിലാണ് ഇതൊക്കെ നടക്കുകയുള്ളൂ. പോക്കറ്റ് അടിക്കാരനാണെങ്കിലും മുന്നേ ഞാൻ ആക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പോലീസാവാം, SI ആവാം, IAS ആവാം, ഡോക്ടറാവാം, എല്ലാം ആവാം. അതുപോലെ കള്ളനും ആവാം. കള്ളനാവാൻ ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കുറച്ചു കാലം കള്ളനായിട്ട് അഭിനയിക്കാൻ ഫിലിമിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്യാരക്ടർ. ഇതിൽ തുടക്കത്തിൽ മെയിൽ എന്ന് പറയുന്ന ആൽവിയുടെ പോർഷനാണ് ചെയ്യുന്നത്. അതിനുശേഷം 3/4% ഭാഗവും ജാനകി എന്ന് പറയുന്ന ഫീമെയിലിൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ ആണ് പെണ്ണാവുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലാണെങ്കിലും പിന്നെ പുറമേയുള്ള ചിത്രങ്ങളിലാണെങ്കിലും ഇതേ ത്രെഡുകളിലുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ഹോളിവുഡിൽ. അപ്പോൾ ഈ ചിത്രങ്ങളുടെ വിഷ്വലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനുഷ്യനാണ്, അത് നമ്മളെപ്പോലത്തെ ഒരു മെയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസിബിളാണ് എന്നുള്ള കാര്യം വളരെ നമ്മുടെ ദിലീപേട്ടനാണെങ്കിലും കമലഹാസനാണെങ്കിലും എല്ലാവരും വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ നമ്മൾ പെണ്ണായിട്ട് ആദ്യം മുതൽ അഭിനയിക്കുക, അല്ലെങ്കിൽ പെണ്ണിനെ പോലെ മാത്രം അഭിനയിക്കുക. ഇത് പക്ഷേ പെണ്ണുമല്ല, ദിലീപേട്ടൻ ചെയ്യുന്നതാണെങ്കിലും ആണാണ് എന്ന പെണ്ണിൻ്റെ സ്വഭാവമുള്ളത്. ഇത് പെണ്ണാണ് എന്ന ആണിൻ്റെ ബോഡി. ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതെങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളത് പലപ്പോഴും എനിക്ക് ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നടപ്പും പെണ്ണിൻ്റെ പോലെ വേണോ? ഇപ്പോൾ ഞാൻ ജാനകിയുടെ പോർഷനാണ് ചെയ്യുന്നത്. ജാനകി ആണായതിനു ശേഷം, അതായത് ജാനകിയുടെ ബോഡി എൻ്റെ രൂപത്തിലായതിനു ശേഷമുള്ള എപ്പിസോഡാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജാനകിയുടെ പോലെ നടക്കണോ, ഇരിക്കണോ, ജാനകിയുടെ ശബ്ദമായിരിക്കുമോ എനിക്ക് ഉണ്ടാവുക? അപ്പോൾ ഇതെല്ലാം ഓരോ സമയവും ഈ സംശയങ്ങൾ തീർക്കുക, എന്നെ കൺവിൻസ്ഡ് ആക്കുക എന്നുള്ള പണി ബിനുവിനുണ്ടായിരുന്നു. കുറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് കൺഫ്യൂഷനാവും. ഞങ്ങൾ പറയും മൊത്തം കൺഫ്യൂഷനായല്ലോ എന്ന് പറയും. അങ്ങനെ പിന്നെ ബിനു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, ജാനകിയുടെ കുറച്ച് മാനറിസങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, മുഴുവനായിട്ട് അങ്ങനെ പകർത്തണ്ട. മുഴുവനായി പകർത്തുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും, ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള ഡൗട്ടിൽ. അപ്പോൾ ജാനകിയുടെ പോർഷൻ എടുക്കുന്ന സമയത്ത് ബിനു എൻ്റെ അടുത്ത് പറഞ്ഞു, ലൊക്കേഷനിൽ വന്നിരുന്ന് എങ്ങനെയാണ് അനുവിൻ്റെ എഴുന്നേൽക്കുന്നത്, നടക്കുന്നത്, ഇരിക്കുന്നത്, ഡയലോഗ് പറയുന്നത്, തലതിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായി നോട്ട് ചെയ്ത്, അതേപോലെ അനുവിൻ്റെ അടുത്തും ബിനു എന്ന് പറഞ്ഞു, ആൽവി അതായത് എൻ്റെ പോർഷൻ്റെ സമയത്ത് വന്നിരുന്ന് ജസ്റ്റ് കാണാൻ. അതൊക്കെയായിരുന്നു ചെറിയ ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഫിലിമിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ക്യാരക്ടർ കൊണ്ട് മുഴുവൻ കാലം ഓടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാ പടങ്ങളും നമ്മൾ ട്രൈ ചെയ്യണം ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ്
അടുത്തടുത്ത പടങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഈ പടം കൊണ്ട് നമുക്ക് എല്ലാ കാലത്തും പടം കിട്ടുന്നൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം നമുക്ക് തരും ഒരു പടത്തിൻ്റെ വിജയം, എല്ലാവരെ സംബന്ധിച്ചും. അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ പരാജയത്തോടു കൂടി പലരുടെയും ഫിലിം അല്ലെങ്കിൽ സ്വപ്നമില്ലാതെ ആവേണ്ടതായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു ഊർജ്ജം ഈ വിജയം നമുക്ക് തരുന്നുണ്ട്. അഭിനയത്തോടുള്ള ഇഷ്ടമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും ചെറുപ്പത്തിലേ ഞാൻ പടം കാണുമ്പോൾ ഞാൻ ആക്ടേഴ്സിനെയാണ് കാണുന്നത്. നമ്മളവിടെ സംവിധായകരെയോ സിനിമോട്ടോഗ്രാഫറിനെയോ എഴുത്തുകാരനെയോ ഒന്നും കാണുന്നില്ല. നമ്മൾ ആക്ടേഴ്സിനെ, നടന്മാരെയായിട്ടാണ് നമ്മൾ പടം കാണുന്നത്. നടന്മാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളായിട്ടാണ് നമ്മൾ പടമായിട്ട് കാണുന്നത്. അപ്പോൾ അത് പടത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് അവർ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അവരോടുള്ള അട്രാക്ഷനായിരുന്നു ആദ്യം. അതാണ് ആദ്യമേ ഉണ്ടാവുന്ന ഇഷ്ടം. അത് വളർന്ന് വലുതാവും തോറും ഒരു ആക്ടർ ആവാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അത് ആക്ടർ എന്ന് പറയുന്നത് നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലമാണ്. പക്ഷേ എനിക്ക് ഫിലിമിലേക്ക് എത്താം എന്നുള്ള ആഗ്രഹം അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കമൽ സാറിനെ ഫാമിലിയായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നൈബേഴ്സായിരുന്നു ചെറുപ്പം മുതലേ. അപ്പോൾ സാറായിരുന്നു എന്നെ ഫിലിമിലേക്ക് കൊണ്ടുവരുന്നത്, സാറിൻ്റെ. പിന്നെ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, ആർട്ടിക്കിൾസ്, ഇൻ്റർവ്യൂസ്. അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആണ് ഒരു ഫിലിം പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. ദിലീപേട്ടനാണെങ്കിലും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു, അതും കമൽ സാറിൻ്റെ. അപ്പോൾ ഈ ഇൻ്റർവ്യൂസും ഈ ആർട്ടിക്കിൾസൊക്കെ നമുക്ക് ഭയങ്കര എനർജി തരും. എവിടെയൊരു വാതിലുണ്ട് നമുക്ക് ആ അകത്തേക്ക് കിടക്കാൻ. അപ്പോൾ അതൊക്കെ ആണ് എന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആക്കിയതും. അസിസ്റ്റൻറ്റ് ഡയറക്ടർ തന്നെയാണ് ഒരു മൂവീനെ പറ്റി പഠിക്കാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പൊസിഷൻ തോന്നുന്നു. കാരണം അവന് എ തൊട്ട് സെഡ് വരെ മൂവിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിൽക്കാനുള്ള അവകാശമുണ്ട്. അവൻ്റെ പടമാണ്. അപ്പോൾ എല്ലാ മേഖലയെ പറ്റി പഠിക്കാനും അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് ഏറ്റവും നല്ല പൊസിഷൻ എന്ന് തോന്നുന്നു. അതെല്ലാം സംഭവിച്ചു. അങ്ങനെ സാറ് അതിനുള്ളൊരു അവസരം തന്നു, അതുകൊണ്ട് അതെല്ലാം നടന്നു.